ഹായ് ഹലോ വെൽക്കം ടു ലേണേഴ്സി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ക്ലാസ് ഇടുന്നത്. നമ്മളിന്ന് നോക്കുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡ് CBSE സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ മാത്സ് എക്സ്പ്രസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, അതിൽ 5th ചാപ്റ്ററാണ് ഡിവിഷൻ. നമ്മൾ ഇന്ന് ഇതിൽ നോക്കുന്നത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ഡിവിഷൻ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ജസ്റ്റ് കാര്യം ഇൻട്രൊഡക്ഷൻ, ഡിവിഷൻ എന്താണെന്ന് മാത്രമേ ഇതിലുള്ളൂ കേട്ടോ. സോ വാട്ട് ഈസ് ഡിവിഷൻ? എന്താണ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. എന്താ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിവൈഡ് ചെയ്യുക. നമ്മുടെ കയ്യിലുള്ള ഒരു സാധനത്തിന് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഡിവിഷൻ എന്ന് പറയുന്നത്. ഡിവിഷൻ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ആസ് ഷെയറിങ് ഈക്വലി ഓർ ഗ്രൂപ്പിംഗ്. നമ്മുടെ കയ്യിലുള്ള സാധനത്തിന് ഈക്വലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ ഗ്രൂപ്പ് ആക്കുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു 5 ചോക്ലേറ്റ് ഉണ്ട്. അതിന് നമ്മൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. 5 ചോക്ലേറ്റിന് എങ്ങനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുക? 2.5ഉം 2.5 ഡിവൈഡ് ചെയ്യും അല്ലേ. അതിനെയാണ് നമ്മൾ ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിവിഷൻ എന്താണെന്ന് മനസ്സിലായില്ലേ? ഈക്വലി ഷെയറിങ്. നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനം ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് ഡിവിഷൻ. സോ ഇവിടെ ഞാൻ കുറച്ച് കീ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഡിവിഷൻ ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. സോ യു ഓൾ നോ ദാറ്റ് വാട്ട് ഈസ് മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഡിവിഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ഓൾസോ ബി അണ്ടർസ്റ്റുഡ് ആസ് റിപ്പീറ്റഡ് സബ്സ്ട്രാക്ഷൻ. ഓക്കെ, എന്താ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്? നമ്മൾ റിപ്പീറ്റഡ് അഡീഷൻ ആണ് മൾട്ടിപ്ലിക്കേഷൻ. സോ ഹിയർ റിപ്പീറ്റഡ് സബ്സ്ട്രാക്ഷൻ ആണ് ഡിവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡിവിഷൻ്റെ സിമ്പിൾ 2 തരത്തിലുള്ള, 2 അല്ല 3 ടൈപ്സ് ഓഫ് സിമ്പിൾസ് ആർ ദെയർ. ഇതിൽ നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കാനായിട്ട് എന്തുള്ളൂ? ഒരു സിമ്പിളെ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളൂ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ. ഇതാണ് ഡിവിഷൻ്റെ 3 ടൈപ്സ് ഓഫ് സിമ്പിൾ എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ഈ സിമ്പിളാണ്. ഓക്കെ, ജസ്റ്റ് ഒരു സബ്സ്ട്രാക്ഷൻ്റെ സൈൻ ഇടുക, 2 ഡോട്ട്സ് ഇടുക. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം അല്ലേ. സോ ഞാനിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സാറ ഹാസ് 20 ആപ്പിൾ and she wants to share them equally with her 4 friends. How many apples will each friend get? സാറ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കയ്യിൽ എത്ര ആപ്പിൾ ഉണ്ട്? 20 ആപ്പിൾ ഉണ്ട്. സാറയ്ക്ക് 4 ഫ്രണ്ട്സും ഉണ്ട്. സാറയ്ക്ക് എന്ത് ചെയ്യണം? ഈ 4 ഫ്രണ്ട്സിനും ഈക്വലായിട്ട് ഈ ആപ്പിൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഓരോ ഫ്രണ്ട്സിനും എത്ര ആപ്പിൾ കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ടോട്ടൽ എത്ര ആപ്പിൾ ഉണ്ട്? 20 ആപ്പിൾസ് ദെയർ ആൻഡ് സാറ വാണ്ട് ടു ഡിവൈഡ് ഇറ്റ് വിത്ത് ഹെർ 4 ഫ്രണ്ട്സ് ഈക്വലി. 20 ആപ്പിൾസിന് എങ്ങനെ നമ്മൾ ഈക്വലായിട്ട് ഷെയർ ചെയ്യും? എങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുക നമുക്ക്? നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ നമ്പർ ഓഫ് ആപ്പിളിൽ നിന്ന് നമ്പർ ഓഫ് ഫ്രണ്ട്സ് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഇതിനൊരു ഈസി മെത്തേഡ് ഉണ്ട്. ഇത് കണ്ടുപിടിക്കാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് നോക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെ ചെയ്യുക? നമ്മളത് ടോട്ടൽ നമ്പർ ഓഫ് ആപ്പിൾസിൽ നിന്ന് എത്ര ഫ്രണ്ട്സ് ഉണ്ടോ അത്രയും ഫ്രണ്ട്സിനെ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, സോ വി വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 5. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം കേട്ടോ. ടോം ഹാസ് 15 ബലൂൺസ്. ടോമിന് എത്ര ബലൂൺസ് ഉണ്ട്? 15 ബലൂൺസ് ഉണ്ട്. ആൻഡ് ഹി വാണ്ട്സ് ടു ഡിവൈഡ് ദം ഈക്വലി എമംഗ് 5 ഫ്രണ്ട്സ്. ടോമിന് ടോട്ടൽ 15 ബലൂൺസ് ഉണ്ട് ടോമിൻ്റെ കയ്യിലല്ലേ. അതിന് എത്ര ഫ്രണ്ട്സ് ഉണ്ട് ടോമിന്? 5 ഫ്രണ്ട്സ് ഉണ്ട്. ഈ 5 ഫ്രണ്ട്സിന് ടോമിന് എന്ത് ചെയ്യണം? ഈക്വലായിട്ട് ഇവർക്കൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ അവരെല്ലാവരും പിണങ്ങില്ലേ, ഫ്രണ്ട്സ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? അത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഹൗ മെനി ബലൂൺസ് വിൽ ഗെറ്റ് ഈച്ച് വൺ? എല്ലാവർക്കും ഓരോരുത്തർക്കും എത്ര ബലൂൺ വീതം കിട്ടും? എന്ത് ചെയ്യണം? നമ്മൾ ഡിവൈഡ് ചെയ്യണം അല്ലേ. ടോട്ടൽ നമ്പറിൽ നിന്ന് എത്ര ബലൂൺസ് ഉണ്ടോ, എത്ര ഫ്രണ്ട്സ് ഉണ്ടോ അത്രയും ഫ്രണ്ട്സിൻ്റെ നമ്പർ എഴുതി നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. സോ വി വിൽ ഗെറ്റ് 15 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു 3. ഇത് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഈസി മെത്തേഡ് ഉണ്ട്. നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. സോ ഇതാണ് ഡിവിഷൻ. എന്താണ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഈക്വലി നമ്മൾ ഷെയർ ചെയ്യുന്നതിനെയാണ് ഡിവിഷൻ എന്ന് പറയുന്നത്. എങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു, ബൈ.